ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കൊത്തു പൊറോട്ട ചെയ്ത് നോക്കാം. ഇത് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഗ്രേവിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ടുള്ള ഗ്രേവി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ടേസ്റ്റി ആയിട്ട് ഈ കൊത്തു പൊറോട്ട എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 8 പൊറോട്ടയോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ പൊറോട്ട ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് പിച്ചിയെടുക്കുകയോ അല്ലെങ്കിൽ സിസേഴ്സോ വല്ലതും ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പോളം ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് എടുത്തിട്ടുണ്ട്. കോക്കനട്ട് പീസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂണോളം സോക്ക് ചെയ്ത കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8-10 കാഷ്നട്ട് സോക്ക് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫ്, ഒരു 4 ഏലക്ക, 2 കറുവാപ്പട്ട, 1/4 ടീസ്പൂണോളം ജീരകവും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒത്തിരി ബ്രൗൺ ഒന്നും ആകണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കാഷ്നട്ടും കസ്കസും ചേർന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. വെള്ളം നിങ്ങളുടെ ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയില, 1 ടേബിൾ സ്പൂണോളം മിൻറ്റ് ലീഫും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടലമാവ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കടലമാവ് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് കുക്കാവണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഓപ്ഷനിലാണ്, ഞാൻ 1 ടീസ്പൂണോളം ചിക്കൻ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡിയാണ്. ഇനി നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ 1 തണ്ടോളം കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 തക്കാളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒന്ന് വേകുന്നിടം വരെ ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 4 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട കൂട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 4 മുട്ടയും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഹാഫ് കുക്കാകുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊറോട്ടയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് സോക്ക് ചെയ്യാൻ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കൊത്താനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇച്ചിരി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്മോൾ പീസസ് ആവും. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊത്തു പൊറോട്ട വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ആ ഗ്രേവി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ചിക്കനും ബീഫിൻ്റെയും ഗ്രേവി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കൊത്തു പൊറോട്ട നല്ല സൂപ്പറായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.
Thank you.